നാളെ വിഷു ആണല്ലോ. യു എയിൽ വിഷുവാന്ന് പറഞ്ഞ് നാളെ അവധിയൊന്നുമില്ല. അതുകൊണ്ട് വിഷു നാളെ ഓഫീസിൽ പോകും. നമ്മൾ ഇന്ന് അതുകൊണ്ട് ബർദുബായിൽ അമ്പലത്തിൽ പോവുകയാണേ. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ബർദുബായിലാണേ. ഇന്നാണെങ്കിൽ ഭയങ്കര പൊടിക്കാറ്റുണ്ട് കേട്ടോ. ദുബായിൽ ജബലലിയിലാണ് വേറൊരു അമ്പലമുള്ളത്. ദാ ഈ കാണുന്നതാണ് ദുബായിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാലം, ഇൻഫിനിറ്റി. ഈ പാലത്തിന് 300 മീറ്റർ നീളമാണ് ഉള്ളത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലോട്ട് നടക്കുവാണ്. നമുക്കിവിടെ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. വിഷുവിൻ്റെ തലേന്നായോണ്ട് കണി വെക്കാനുള്ള കൃഷ്ണൻ, ഉരുളി, മയിൽപ്പീലിയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ടൈമിങ് 8:30 തൊട്ടാണ്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. മന്ദിറിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ രീതികളാണ് ഇവിടെ. ഇവിടെ വിളക്ക് കത്തിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മളങ്ങനെ തൊഴുതിറങ്ങി. ഇതാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. താഴെ ഒരു ടി.വിയിൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട്. അതാണ് ഇത്ര വലിയ ക്യൂവ്. ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ കരാമയിലാണ് പോകുന്നത്. ഇന്ന് നല്ല പൊടിക്കാറ്റാണ്. അതുകൊണ്ട് സ്കൈ ഒന്നും ഒട്ടും ക്ലിയർ അല്ല. നമ്മൾ വന്നത് വൈഡ് റേഞ്ച് റെസ്റ്റോറൻറ്റിലാണ്. മാധവൻ ഓരോരോ സാധനങ്ങൾ അവിടെ പെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 പേരും മസാല ദോശയാണ് പറഞ്ഞത്. അത് എന്തായാലും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മസാല ദോശ കഴിക്കുന്നതാണ് പതിവ്. പിന്നെ വിച്ചു പറഞ്ഞത് പനീർ മസാല ദോശയാണ്. ബർദുബായ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ശരവണഭവനുണ്ട് കേട്ടോ. അവിടുത്തെ മസാല ദോശയാണ് നല്ലത്. ഇവിടെ അത്രയും പോരാ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടെ വരെ വന്നതായുണ്ട് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റും പിന്നെ ലുലുവിലും ഒന്ന് കയറണം. കാരണം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നാളെ വിഷു അല്ലേ. ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. ഞാനോർത്ത് ഭയങ്കര തിരക്കാണ്. ഡേറയിലുള്ള ലുലു ആണ് കേട്ടോ ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ തന്നെയാണ് ഫിഷ് മാർക്കറ്റും ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റും ഒക്കെ ഉള്ളത്. ഈ ലുലു വന്നപ്പോൾ ഒരു വിഷു വൈബൊന്നും കാണാനില്ല. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. പറമ്പിൽ പോവുക, വെട്ടിയെടുക്കുക. ഇവിടെ ആണെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങിക്കണം. കൊന്നപ്പൂ ഉണ്ട്, പക്ഷേ അതൊന്നും ഫ്രഷ് അല്ലായിരുന്നു, വാടിയിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പച്ചക്കറി കാണുമ്പോൾ ഭയങ്കര ക്രേസാണ്, വാരി അങ്ങ് എടുക്കും. വീട്ടിലാണേ ഇത് കഴിക്കാനിട്ട് ആരും ഇല്ലേം താനും. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി നമ്മളത് ബില്ലൊക്കെ അടിച്ച്. മാധവൻ അപ്പത്തേനും ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇവരെന്തിനാണാവോ ഇത് ഇവിടെ തന്നെ കൊണ്ടുപോയി വെക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞ് നമ്മൾ അവനെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിലോട്ടാണേ. ഫിഷ് മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെ ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, അത്രയും ഷോപ്പുകളുണ്ട്. മാധവൻ ടയേർഡായി, രാവിലെ ഇറങ്ങിയതാണല്ലോ. മാർക്കറ്റിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ഷോപ്പ് കണ്ടേ.
ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് പോയതാണ്. എനിക്കിതുപോലത്തെ ഈ ക്രാഫ്റ്റ് അല്ലല്ലോ ഇത്. ഇതുപോലത്തെ ഹോം ഡെക്കർ ലൈറ്റ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം ഒരു അറബിക് ടച്ച് ഉണ്ട്. പിന്നെ ഇതെല്ലാം നല്ല പ്രൈസിയാണ്. ഹോം ഡെക്കർ ചെയ്യുന്നവർക്കൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദുബായിലെ ഫിഷ് മാർക്കറ്റ് കണ്ട് ഞാനൊന്ന് ഞെട്ടി. അത് അത്രയും തന്നെ വലുതായിരുന്നു. പക്ഷേ നമുക്ക് ഷാർജയിലെ സൂക്കൽ ജുബയിലാണ് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത്. അവിടെയാണ് പ്രൈസ് കുറച്ചും കൂടെ കുറവും പിന്നെ എല്ലാം കൊണ്ട് കൺവീനിയൻ്റ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അതുപോലെ തിക്കും തിരക്കും ഒക്കെയാണ്. ഇവിടെ തന്നെ നമുക്ക് മീൻ ക്ലീനൊക്കെ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.